ബേക്കൽ കോട്ട. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടകളുള്ളത് ഇന്ത്യയിലാണ്. അവയിൽ കേരളത്തിൽ ഏറ്റവും വലിയതും ഏഷ്യ വൻകരയിലെ പ്രധാനപ്പെട്ടതുമാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. കേരളത്തിൽ പ്രധാനമായും 7 കോട്ടകളാണുള്ളത്. അതിൽ തലശ്ശേരി കോട്ടയും തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് കോട്ടയും ഇംഗ്ലീഷുകാരും, കണ്ണൂർ കോട്ടയും എറണാകുളം പള്ളിപ്പുറം കോട്ടയും പോർച്ചുഗീസുകാരും, പാലക്കാട് കോട്ട ഹൈദരലിയും, ചന്ദ്രഗിരി കോട്ടയും ബേക്കൽ കോട്ടയും തദ്ദേശീയ രാജാക്കന്മാരുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. കദംബ, മൂഷിക, കോലത്തിരി എന്നീ കർണാടക രാജവംശങ്ങളുടെ കീഴിലായിരുന്ന ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി 1965 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം ഭദിന്നൂർ രാജാവിന്റെ അധീനതയിലും നിലകൊണ്ടു. കുമ്പളയിലെ ഇക്കേരി നായിക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിന്നൂർ നായിക്കന്മാരിലെ ശിവപ്പ നായിക്ക് 1650 കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചതായി കണക്കാക്കുന്നതെങ്കിലും പൗരാണിക രാജാക്കന്മാരുടെ കാലത്തെ ചെറിയ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കിപ്പണിതതാകാനും ഇടയുണ്ട്. 1763 കാലത്ത് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലിയുടെ കൈവശമാവുകയും ശേഷം മകൻ ടിപ്പു സുൽത്താന്റെ കാലത്ത് തുളുനാടിന്റെയും മലബാറിന്റെയും പ്രധാന ഭരണകേന്ദ്രമായും ടിപ്പുവിന്റെ മിലിറ്ററി സ്റ്റേഷനായും നിലകൊണ്ടിരുന്നു. ഇത് ടിപ്പുവിന്റെ വിയോഗത്തിന് ശേഷം 1799 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലുമായി. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കന്നഡ ജില്ലയുടെ അഥവാ ഇപ്പോഴത്തെ ദക്ഷിണ കന്നഡയിലെ ഉടുപ്പി ജില്ലയുടെ ഭരണ പരിധിയിലായി പോന്നു ഈ കോട്ട. ബ്രിട്ടീഷുകാർ ഇത് കൂടുതൽ വികസിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലായി നിലകൊള്ളുന്ന ഈ കോട്ടയുടെ പരിസരത്ത് കേരള ടൂറിസം വകുപ്പ് പ്രത്യേക പദ്ധതികളിലൂടെ വൻ ടൂറിസം ലൊക്കേഷനാക്കി മാറ്റിയിരിക്കുന്നു ബേക്കലിനെ. 14 കോട്ടകുത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തി 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ചുറ്റും മഹാകിടങ്ങ് കൊടുത്ത് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ടയുടെ മധ്യഭാഗത്ത് നാണയമടിക്കുന്ന കമ്മട്ടവും ആയുധപ്പുരയും നിരീക്ഷണ ഗോപുരങ്ങളും ദർബാർ ഹാളും കുളവും കിണറും കുതിരക്കുളവും ഭൂമിക്കടിയിലൂടെ കടലിലേക്കുള്ള തുരങ്കങ്ങളുമെല്ലാം ഈ കോട്ടയുടെ പ്രത്യേകതകളാണ്. ഈ ആയുധപ്പുരയുടെ 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള കവാടം ചെരിഞ്ഞാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടിയായിരുന്നു പോലും. കോട്ടക്കകത്തെ രാജവംശം സ്ഥാപിച്ച ക്ഷേത്രവും കോട്ടയോട് ചേർന്നുള്ള മുസ്ലിം പള്ളിയും കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം വിളിച്ചോതുന്നതാണ്. കാസർഗോഡ് ജില്ലയുടെ എന്നല്ല കേരളത്തിന്റെ തന്നെ മേൽവിലാസമായി നിലകൊള്ളുന്ന ഇത് കാസർഗോഡ് നഗരത്തിൽ നിന്നും 14 കിലോമീറ്റർ തെക്കായി പള്ളിക്കര വില്ലേജിൽ കടലിനോട് ചേർന്നുള്ള 35 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വെട്ടുചങ്കലിൽ തീർത്ത 130 അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ്. കോട്ടയിൽ നിന്നുള്ള അറബിക്കടൽ തീരത്തിന്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും ഇതിനോട് ചേർന്നുള്ള റോക്ക് ഗാർഡനുമെല്ലാം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനാൽ അന്താരാഷ്ട്ര വിദേശ സഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ബേക്കൽ കോട്ട. അപ്രകാരം കേരള ടൂറിസം വകുപ്പിന്റെയും മറ്റു സ്വകാര്യ കമ്പനികളുടേതുമായി ലോക നിലവാരത്തിലുള്ള നിരവധി റിസോർട്ടുകളടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സജ്ജവുമാണ് ഇന്ന് തെയ്യങ്ങളുടെ നാടായ നമ്മുടെ കാസർഗോഡ്. ഇനിയും പ്രശസ്തമാകട്ടെ നമ്മുടെ ടൂറിസം മേഖലകൾ എന്നാശംസിച്ച് മാന്യ പ്രേക്ഷകർക്ക് നന്ദി.